السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين والحمد لله رب العالمين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ സമസ്ത ചരിത്ര പഠനം അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നലെ ക്ലാസ് അവസാനിക്കുന്ന രൂപത്തിലല്ല. കാരണം ഒരു ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ഇടയ്ക്ക് ടെലിഫോൺ വന്ന് അങ്ങനെ നിന്നതാണ്. പിന്നെ അവർക്ക് പറയാൻ കഴിഞ്ഞതും ഇല്ല. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമുക്ക് ഇന്ന് സംവദിക്കാം. പ്രധാനമായ സംശയങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ല. ഒരാൾ ചോദിച്ച സംശയം കൊണ്ട് തുടങ്ങാം. മർക്കസ് സഖാഫത്ത് സുന്നിയ്യക്ക് ശിലവാകുന്ന സമയത്ത്, തറക്കല്ലിടുന്ന സമയത്ത് ഈസെ അബൂബക്കർ മുസ്ലിയാർ അതിൽ പങ്കെടുത്തിരുന്നോ? ഇതാണ് ഒരാൾ ചോദിച്ചത്. ഈസെ അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവരാണ് അന്ന് മർക്കസിന്റെ പ്രസിഡന്റ്. തിരഞ്ഞെടുക്കുമ്പോ മാത്രവുമല്ല, കാന്തപുരം ഉസ്താദിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ ഉരുക്കുമനുഷ്യനായ പണ്ഡിതനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർവസാന്നിധ്യവും അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമയും മഹാനായ തന്റെ സഹോദരൻ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട അവേലത്ത് കുഞ്ഞുസീനിപ്പേട്ടങ്ങളും മർഹൂം, അതുപോലെ കൊടുവള്ളി അധികാരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുഞ്ഞമ്മദ് ഹാജി, പിന്നെ മർഹൂം അന്തോണ മഹീദ്ദീൻ മുസ്ലിയാർ, മർഹൂം പാറന്നൂർ പി മഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ കർമ്മകുശലരായിരിക്കുന്ന നേതാക്കളും ഏതാനും കുറച്ചധികാരികളും. കാരണം ഒരു ലളിതമായ ചടങ്ങായിരുന്നു അതിന്റെ ശിലാസ്ഥാപനം. അപ്പൊ നാം നോളേജ് സിറ്റിക്ക് ശിലാസ്ഥാപനം നടത്തിയപ്പോ ഹൈടെക് യുഗത്തിലുള്ള ശിലാസ്ഥാപനമായിരുന്നു. അത് കൈകൊണ്ടും ഇങ്ങനെ ആക്കി കാട്ടിയപ്പോൾ ഇപ്പുറത്തെ എത്രയോ സ്ക്രീനുകൾ ഒന്നായിട്ട് നീങ്ങി ആ പദ്ധതി ഇങ്ങനെ തുറന്നു വരുന്ന രൂപത്തിലായിരുന്നു നോളേജ് സിറ്റിയിലെ തറക്കല്ലിട്ടുള്ളത്. ശ്രീമാൻ നാരിയാൻ മുഹമ്മദൊക്കെ ആ കാര്യം പ്രത്യേകിച്ച് അവിടെ പറയും ചെയ്തല്ലോ. എന്നാൽ 38 വർഷം മുമ്പ് മർക്കസ് സഖാഫത്ത് സുന്നിയ്യക്ക് മക്കയിലെ വിശ്വവ്യാഖ്യാതനായ സയ്യിദ് മുഹമ്മദ് മാലിക്കി നബ്ബറല്ലാഹു മർഖദ മഹാനവറുകൾ ശിലവാകുന്ന സമയത്ത് ഒരു JCB കൊണ്ട് അവിടെ ഒന്ന് നിരത്തിയിട്ട് പോലുമില്ലായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല. ആ ശിലാസ്ഥാപനത്തിന്റെ അന്ന് അടുത്തുള്ളൊരു ഹിന്ദു സഹോദരന്റെ വീട്ടിൽ നിന്നും ഒരു വെട്ടുകത്തി, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ചിലയിടത്ത് മടവാൾ എന്ന് പറയും, അത് വാങ്ങിക്കൊണ്ടുവന്ന് ആ കുറ്റിക്കാടുകൾ ഏകദേശം സ്ഥലത്തൊന്ന് വെട്ടി കുറച്ച് വെടുപ്പാക്കി അതിൽ ചെറിയൊരു കുഴി കുഴിച്ചു. അഥവാ ഇപ്പോൾ നമ്മുടെ മസ്ജിദുൽ ഹാമിലി ആ പള്ളി നിൽക്കുന്ന ആ സ്ഥലത്താണ് ശിലാസ്ഥാപനങ്ങൾ നടന്നിട്ടുള്ളത്. ഒരു കല്ല് അതിൽ വെച്ച് മഹാനായ സയ്യിദ് മുഹമ്മദ് മാലിക് ഈ മഹാനവറുകൾ തന്റെ കരവരുവിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, റഹ്മാനെ, ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിന്റെ ശില്പിയെയും ലോകത്ത് നിലവാരമുള്ള അറിയപ്പെടുന്ന ഒരു സ്ഥാപനവും അതിന്റെ നേതാവുമാക്കി നീ ഉയർത്തം തമ്പുരാനെ. ഇത് ഈ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല, ലോകത്ത് മുഴുവനുമുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും ദിശാബോധം നൽകുന്ന, വഴികാട്ടുന്ന ഒരു സ്ഥാപനമായി ഇതിനെ നീ വളർത്തണം തമ്പുരാനെ. വളരെ കുറഞ്ഞ സദസ്സായിരുന്നെങ്കിലും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ കൂടിയിരിക്കുന്നവർ ആമീൻ പറഞ്ഞ് ആ ദുആ ഏറ്റെടുക്കും. വളരെ ലളിതമായ ചടങ്ങ്. പിന്നെ മറ്റു പരിപാടിയൊന്ന് ഉണ്ട്,
അത് SYSന്റെ സ്റ്റേറ്റ് സമ്മേളനമാണ്. അത് കോഴിക്കോട് ടൗണിലുള്ള മാനാഞ്ചിറയിലാണ് നടക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇത് വിശദീകരിച്ചത്. ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് സംശയം, ഈസാബൂക്കർ മുസ്ലിയാർ ഇത് പങ്കെടുത്തിട്ടില്ല. ഈ വിവരദോഷികൾ അതിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്നേഹിതൻ ചോദിച്ചത്. അപ്പോ ചോദിച്ച സ്നേഹിതൻ എന്നോട് പ്രൈവറ്റിൽ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്തിനകത്ത് ഇതൊക്കെ ഇങ്ങനെ പ്രൈവറ്റാക്കുന്നത്? നമ്മുടെ ഒരു തുറന്ന പുസ്തകമാണ്. മഹാനായ ശംസുൽ ഉലമ, മഹാനവരുടെ നേതൃത്വം ആ സമയത്തൊക്കെ സുന്നത്ത് ജമാഅത്തിനും അതിന്റെ പ്രധാന സ്ഥാപനമായി വളരാൻ പോകുന്ന മർക്കസിനും ആവോളം ഉണ്ടായിരുന്നു എന്ന് എത്ര ഉയരത്തിൽ കയറി അതിശക്തമായും എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ തന്നെ വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് അഭിമാനമാണ്. കാരണം ആ മഹാനവരുടെ പൊരുത്തവും ചെയ്യുന്നതാണ് ഇന്നും ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംശയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കുക. പിന്നെ വന്നിട്ടില്ല, വളാഞ്ചേരി അവിടെ സമാന്തര മർക്കസുണ്ടാക്കിയ ഒരു ഉസ്താദുണ്ട്, അവർ വന്നിട്ടില്ല. എന്റെ നാട്ടിന്റെ അടുത്ത് ദാറുനജാത്ത് എന്ന പേരിൽ തുടങ്ങിയോട് തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോഴും 1976 തുടങ്ങിയിട്ട് ഇപ്പോഴും ആ പോലെ തന്നെയുള്ളത്, അതിന്റെ ആളും വന്നിട്ടില്ല. പിന്നെ അതുപോലെ മറ്റു ചില ആളുകളും അസൂയമൂത്ത ആളുകളുണ്ടായിരുന്നു, അവരും വന്നില്ല. പക്ഷേ വരാത്തതിന് ആരെയും കുറ്റപ്പെടുത്തിയില്ല. സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിലായിരുന്നു ഇതിന്റെ ആരംഭം. പിന്നീട് ചില അടിവരികളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വൃത്തസഖാഫത്തി സുന്നിയ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ സുന്നി യുവജന സംഘത്തിന്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റാക്കി വ്യവഹാരമാക്കി. അല്ലെങ്കിൽ ഒരുപോലെ തിരിച്ചുപിടിക്കാനും പിന്നെ അടിച്ചു പൊളിക്കാനും കടലിൽ കൊണ്ടുപോയി തള്ളാനൊക്കെ തീരുമാനിച്ചിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ദുര്യോഗം അതിന് വേണ്ട എന്ന് മനസ്സിലാക്കി നമുക്ക് നേരത്തെ അനുഭവ പാഠവുമുണ്ട്. മഹാനായ മർഹൂം E.K. ഹസൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട പാണ്ടിക്കാട് ബാപ്പു മുസ്ലിയാരും കഠിനമായി പരിശ്രമിച്ച് പടുത്തുയർത്തിയ പാലക്കാട് ജന്മത്തിലും ഈ കക്ഷികൾ കയറി ആനത്തോട്ടത്തിൽ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ, ജലപത്തുകൊണ്ടങ്ങനെ പറഞ്ഞു പോയതാ, കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ അവർ നാശമാക്കിയില്ലേ? എന്താണ് അവർ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ അതിന്റെ അവസ്ഥ? മഹാനായ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും കൂടിയായ കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ UAE-യിലെ എല്ലാ മുക്കിലും മൂലയിലും അവിശ്രമം ഓടി നടന്ന് തന്റെ വിയർപ്പുതുള്ളികൾ ഒഴിച്ച് പടുത്തുയർത്തിയുണ്ടാക്കിയ ഒട്ടച്ചിറ അൻവരിയ കോളേജ് ഈ ക്രിമിനൽ വർഗം ഏറ്റെടുത്തുകൊണ്ട് അവർ സ്വന്തമാക്കിയില്ലേ? എന്താണ് ആ കോളേജിന്റെ സ്ഥിതി ഇപ്പോ? ആ കോളേജിൽ നിന്നും, അൻവരിയ കോളേജിൽ നിന്നും ഇറങ്ങി വന്ന ഉസ്താദുമാര് മഹാനായ ഹസൻ മുസ്ലിയാരുടെ പേരിൽ തന്നെ ഹസനിയ എന്നൊരു സ്ഥാപനം പാലക്കാട് ജില്ലയിൽ വെറും കയ്യോടെ തുടങ്ങിയപ്പോൾ വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളെങ്കിലും കേരളത്തിൽ തലയുയർത്തി നടക്കുന്ന ഒരു സ്ഥാപനമായി ആ സ്ഥാപനം കൊമ്പം മുഹമ്മദ് മുസ്ലിയാരും മാരായമംഗലം ഇന്നത്തെ സ്നേഹിതനായ ഞാൻ വെളുപ്പിലുണ്ടായപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മാരായമംഗലം റഹ്മാൻ കൈസയും അതുപോലെ ബഹുമാനപ്പെട്ട എൻ അലി മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാർ ആത്മാർത്ഥമായി നേതൃത്വം കൊടുത്തപ്പോൾ ചരിത്രത്തിൽ ചിന്തയില്ലാത്ത വിധം അത് വളർന്നു വന്നില്ലേ? ഈ ക്രിമിനൽ വർഗം ഏറ്റെടുത്ത സ്ഥാപനം ഇന്നാരെങ്കിലും അറിയപ്പെടുന്നോ? മണ്ണിട്ട് മൂടിയതുപോലെ ആയില്ലേ? അത് എന്തേ കാരണം? ആത്മാർത്ഥത അവരെ തൊട്ടു തീണ്ടിയില്ല. അങ്ങനെ ഈ മർക്കസ് തുടങ്ങുമ്പോൾ അസയാലുക്കളായ ചില പണ്ഡിതന്മാർ അന്നങ്ങോട്ട് നോക്കിയില്ല, ദൂരമട്ട് ബസ് കയറിയില്ല. ഒന്നവർ മനസ്സിലാക്കിയത് എന്ത് കാരന്തൂര്, അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം, ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലം, ചുറ്റുഭാഗം മുഴുവനും മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിൽ ഇസ്ലാമിന്റെ തിരികൊളുക്കുന്ന സമയത്ത് അവിടെ ഒരൊറ്റ ആളും ഏറ്റെടുക്കാനുണ്ടായിട്ടില്ല. അബൂജഹലും മുത്തബത്തും ഷൈബത്തും അങ്ങനെയുള്ള മറ്റ് കാഫിറുകളുടെ നേതാക്കളാണ് ഉണ്ടായത്, മുശ്രിക്കുകളാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ തിരി മഹാനായ റസൂലുള്ളാഹി കത്തിച്ചു വെച്ച് അത് പ്രകാശപൂരിതമാക്കി
എന്നിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നാലും അവസാനം ആ പ്രദേശങ്ങൾ മുഴുവനും മുബീന അട്ടിയോടിക്കപ്പെട്ട ആ ജനതയുടെ മുന്നിൽ അഭിമാനത്തോടെ അതിലധികം താഴ്മയോടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ കൂടുതൽ ഉയരമുള്ള കഅബ ശരീഫിന്റെ വാതിലിൽ കയറിക്കൊണ്ട് അവിടുന്ന് പ്രഖ്യാപിച്ചില്ലേ, ഇത് മുസ്ലിം രാഷ്ട്രമാണ്, പ്രദേശമാണ് എന്ന് കരുതി എന്റെ വീട് വളഞ്ഞ ശത്രുക്കൾ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഒന്നും ജീവൻ പോയിട്ടില്ല, കുറെ ആളുകളെപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ കല്ലെറിഞ്ഞവരുണ്ട്. ഞാനിവിടെ സുജൂദ് ചെയ്യുമ്പോൾ എന്റെ കരടിയിൽ പുസ്തകത്തിന്റെ കുടൽമാല വലിച്ചിട്ടവരുണ്ട്. ഒരൽപ്പം വെള്ളം പോലും കുടിക്കാനില്ലാതെ ഞങ്ങൾ അബീ താലിബിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചവരുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മഹതിയായിരുന്ന സുമയ്യ ബീവി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരുണ്ട്. അങ്ങനെ നിരവധി അനുഭവങ്ങൾ, വളരെ കൈപ്പേറിയ അനുഭവം ഞങ്ങൾക്കുണ്ടെങ്കിലും ഇസ്ലാമിന്റെ തനതായിരിക്കുന്ന സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ ഈ അനാവശ്യമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ ബിംബങ്ങളും മറ്റനാവശ്യ സാധനങ്ങളുമൊക്കെ ഇവിടുന്ന് വലിച്ചു പൊളിച്ച് അടിച്ചു പൊളിച്ച് കളഞ്ഞ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഞങ്ങളൊരു തവാഫ് ചെയ്ത് ഇവിടുന്ന് നിസ്കരിച്ച് ഞങ്ങൾ മദീനത്തേക്ക് തന്നെ പോവുകയാണ്. നിങ്ങൾക്കിവിടെ സ്വൈര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. ആ റസൂലുള്ള മദീനത്തേക്ക് തിരിച്ചു പോകുമ്പോഴും മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റിലും ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. റസൂലുള്ള വഫാത്താകുമ്പോഴും ഉണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും ഉണ്ട്. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത് ഒരുപാട് ഇസ്ലാമിക രാജ്യം പ്രവിശാലമായപ്പോഴാണ് ജസീറത്തുൽ അറബ് എന്ന പേര് വെച്ച് ഒരതിർത്തി വെച്ച് നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് താമസിക്കാം. മസ്ജിദുൽ ഹറാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ ഹറമായി പ്രഖ്യാപിച്ച ഏതാനും കിലോമീറ്റർ സ്ഥലമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് നിങ്ങൾ മാറണം. നിങ്ങൾ ആറ്റി ഓടിക്കല്ല, നിങ്ങൾക്ക് അപ്പുറത്ത് പോയി വീടെടുക്കാം, അവിടെ നിങ്ങൾക്ക് താമസിക്കാം, നിങ്ങൾക്ക് സ്വസ്ഥമായി കഴിഞ്ഞുകൂടാം. പിന്നെ മസ്ജിദുൽ ഹറാമിൽ വരേണ്ടയും നിസ്കരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. കാരണം നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്കത് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ സമാധാനപരമായി അവിടെ കഴിഞ്ഞോളൂ എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് പ്രഖ്യാപനം വന്നതും. അങ്ങനെ ഇപ്പോഴും അവിടെ ചെന്നു നോക്കിയാൽ നമുക്ക് ജിദ്ദയിൽ നിന്ന് പോകുമ്പോൾ ഉദാഹരണം പറയുന്നു, മക്കത്തെത്താൻ നേരത്ത് മംനൂഉ ദുഖൂലി ഗൈറുൽ മുസ്ലിമീൻ എന്നൊരു വലിയ ബോർഡ് കാണും. എന്നിട്ട് അവിടെ സ്റ്റോപ്പാക്കി വേലി കെട്ടി നിർത്തിയേക്കല്ല, അവിടെ ഇങ്ങനെ വന്ന ആളുകൾ നിന്ന് വെള്ളം കിട്ടാതെ ചൂടുകാലത്ത് മരിച്ചു പോകുകയല്ല ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അവിടെ തായ്പിലേക്കും മറ്റ് യാമ്പുവിലേക്കും ഏതൊക്കെ സ്ഥലത്തേക്ക് റോഡ് അവിടെ തിരിച്ചുവിട്ടേക്കാം. നിങ്ങൾ അതിലങ്ങോട്ട് പോയിക്കോളി. എന്നിട്ട് നിങ്ങൾ കച്ചവടം ചെയ്തോ, നിങ്ങൾ ജോലി ചെയ്തോ, നിങ്ങളിവിടെ താമസിച്ചോ, പണമുണ്ടാക്കിക്കോ, നാട്ടിലേക്ക് അയച്ചോ, പക്ഷെ ഇതൊരു പരിശുദ്ധമായ സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ വരരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വളരെ സൗമ്യമായ രൂപത്തിലാണ് ഇപ്പോഴും അവരോട് പെരുമാറുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞത് ഈ മൗലന്മാർ വിചാരിച്ചത് കാരന്തൂരാണ്. എന്തായിരുന്നു അന്നത്തെ കാരന്തൂരിന്റെ അവസ്ഥ? അവിടെ ആരെങ്കിലും മർക്കസിന്റെ ആ ഭാഗത്ത് ശിലാസ്ഥാപനം നടത്തി പണിയൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് അവിടെ വന്നാൽ ഒരു കാലി ചായ എടുക്കണമെങ്കിൽ 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള കുന്നമംഗലത്തേക്ക് പോകണം, അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ഇപ്പുറത്തുള്ള കാരന്തൂരിൽ പോകണം. മർക്കസ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അതിന്റെ പരിസരത്തൊന്നും ഒരു തട്ടുകട പോലും അന്നില്ല. അങ്ങനത്തെ ഒരു അയന്ന സ്ഥലം. അത് ഈ മൂല്യമാർ കണക്കാക്കി കാന്തപുര ഉപക്രമശികാരൻ ഇത്തരമില്ലാത്ത ആള് മൂപ്പരിപ്പോ അവിടെ കൊണ്ടൊരു കല്ലോണ്ടിടുമ്പോത്തിന് ഇതിങ്ങോട്ട് പൊന്തി വരാ, എന്ത് മൂപ്പരിപ്പോ ഒരു കോട് വെക്കാനൊക്കെ പറഞ്ഞു. എന്താ ഇയാൾക്കൊക്കെയാണ് പറയുന്നത്, എവിടുന്ന ഇയാൾക്കത് കിട്ടുക? ഇങ്ങനെയൊക്കെ പറഞ്ഞ് മലപ്പുറത്തും വളാഞ്ചേരിയിലും മറ്റേ പട്ടിക്കാടും മറ്റേ സ്ഥലത്തൊക്കെ ഇരുന്ന് ഓരിങ്ങനെ പരിഹസിക്കാനും അവർ ചെറുതാക്കി കാണാനും അവർ തുടങ്ങി. മഹാനായ കാന്തപുരം ഉസ്താദ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. തന്റെ സഹപ്രവർത്തകനാണ്. ജംഇയ്യത്തുൽ മുഅല്ലിമീനിലുള്ള മറ്റ് 40 മെമ്പർമാരിൽ ഇവർ മെമ്പർമാരാണ്. സുന്നി യുവജന സംഘത്തിന്റെ സംഘാടകർ ഇവരുണ്ട്. സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കാൻ ഇവർ പോകുന്നുണ്ട്. പട്ടിക്കാട് കോളേജിൽ ഒരു ദർസ് നടത്തുന്നുണ്ട്, മറ്റു പല സ്ഥലത്തും ദർസ് നടത്തുന്നുണ്ട് ഒക്കെയാണ്. പക്ഷേ
അസൂയ മൂത്താൽ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഉസ്താദും അവരെ കണ്ടാലൊക്കെ പുഞ്ചിരിച്ച് എന്തൊക്കെ വർത്താനം അൽഹംദുലില്ലാഹ് സുഖം തന്നെ. എവിടൊക്കെ ഇപ്പൊ നിങ്ങളെ മർക്കസ് ഒരാൾ ചോദിക്കുന്ന ഞാൻ കേട്ടതാ. ഇത് സമസ്ത മുസാദറ മെമ്പറിൽപ്പെട്ട ഒരു ആലിമ് കോഴിക്കോട് സമസ്തയുടെ ഓഫീസിൽ വെച്ച് ഉസ്താദ് അവറുകൾ വന്നപ്പോ എന്തൊക്കെ ഇപ്പൊ നിങ്ങളെ മർക്കസ്, നിങ്ങളെ മർക്കസ്, ആ ചോദ്യം അന്ന് ഞാൻ കോറിയിട്ടിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ആ മർക്കസ് നമ്മളെ മർക്കസ് തന്നെ ആയിട്ടുണ്ട്. നിങ്ങളെ മർക്കസ് എന്നാ ചോദിച്ചത്, നമ്മളെ മർക്കസ് തന്നെയാണെന്ന് ഇല്ലേ? അവർക്ക് എത്രമാത്രം ഖേദണ്ടതിന്റെ പേരിലെന്നറിയോ? തീർച്ചയായും അവരൊക്കെ മരിച്ചുപോയി ഓരോ അനുയായികൾക്ക്. പക്ഷെ നിവൃത്തിയില്ലാതെ അങ്ങനെ കൂടുകയാണ് അവർ. അങ്ങനെയാണ് അവർ ചോദിച്ചത്. അങ്ങനെ അവര് അപഹസിക്കാനും പരിഹസിക്കാനും ചെറുതാക്കി കാണിക്കാനും തുടങ്ങി. പക്ഷേ അന്ന് ഏകദേശം ഒരു 35-36 വയസ്സ് പ്രായമുണ്ടായിരുന്ന ചുറുചുറുക്കുള്ള യുവത്വം തുളുമ്പുന്ന അതിലധികം മാന്യത കൈവിടാതെ പെരുമാറുന്ന, അതിനേക്കാൾ ഉപരി വിനയം കൊണ്ട് ആളുകളെ 100% വശീകരിക്കുന്ന, മറ്റൊന്നു കൂടി പറഞ്ഞാൽ തന്റെ വാഗ്ധോരണി കൊണ്ട് ആളുകൾ മുഴുവനും തന്നിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു ഒറ്റയാൻ പടയാളിയായി രംഗത്തിറങ്ങുകയാണ്. ആ സമയത്ത് ആ മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ പറയുന്നത് ആക്ഷേപങ്ങൾ പലതും വരുന്നു. എന്നാൽ മുങ്ങുകയാണെങ്കിൽ നമുക്കൊന്നായിട്ട് മുങ്ങാം, പൊങ്ങുകയാണെങ്കിൽ നമുക്കൊന്നായിട്ട് പൊങ്ങാം എന്ന് പറഞ്ഞ് മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്തിന്റെ സിംഹകർത്തനം മഹാനവർകൾ എ.പി. ഉസ്താദിന്റെ കരത്തിന്റെ ബലമേകി തന്റെ ജ്യേഷ്ഠ സഹോദരൻ മഹാനായ ശംസുൽ ഉലമാ മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളും പിന്തുണ നൽകി. തന്റെ മറ്റൊരു അനുജ സഹോദരൻ ആയ ബഹുമാനപ്പെട്ട ഉമർ ഖാദിരി ഇ.കെ. ഉമർ മുസ്ലിയാർ മഹാനവറുകൾ ആത്മീയമായ ശിക്ഷണവും നേതൃത്വവും നൽകി. അങ്ങനെ മഹാനായ ശംസുൽ ഉലമയുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് പിന്തുണ നൽകിയപ്പോൾ കാലഘട്ടത്തിന്റെ ഖുതുബുൽ ആലം എന്ന് നാം വിശേഷിക്കപ്പെടുന്ന മഹാനായ സി.എം. വലിയുള്ളാഹി മഹാനവറുകൾ 100% എ.പി. ഉസ്താദിന് പിന്തുണ നൽകി. കക്കടിപ്പുറം മഹാനവറുകൾ പിന്തുണ നൽകി. കാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പിന്തുണ നൽകി. വടകര മുഹമ്മദാജി തങ്ങൾ പിന്തുണ നൽകി. ആലുവ അബൂബക്കർ മുസ്ലിയാർ പിന്തുണ നൽകി. എല്ലാവരും കാന്തപുരത്തിന്റെ കൂടെ. അപ്പോൾ അതൊരു വലിയ പ്രവാഹമായി, ജനപ്രളയമായില്ലേ. ആള് കുറവാണ് അന്ന്. എ.പി. ഉസ്താദിക്ക് കുറഞ്ഞ ആളുകളുള്ള, പക്ഷേ അറഫാ ദിവസം കഴിഞ്ഞ് മിനായിലേക്ക് ജനങ്ങളുടെ കുത്തൊഴുക്കിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വന്നതുപോലെ ഒരു ജനപ്രവാഹം മഹാനായ കാന്തപുരത്തിന്റെ പിന്നിൽ ആലിമീങ്ങളും ഉമറാക്കളും സാദാത്യങ്ങളും വിദ്യാർത്ഥികളും തൊഴിലാളികളും കച്ചവടക്കാരും എല്ലാവരും കൂടി ഒന്നായിട്ട് കൈപിടിച്ച് കോർത്തുകൊണ്ട് നീങ്ങി. അതിന്റെ പേരിൽ കാന്തപുരത്തിന് വിജയിക്കാൻ കഴിയും. അപ്പോ ആ മർക്കസ് സ്ഥിരയിട്ട കാര്യമാണ് 10-18 മിനിറ്റിലായി നിങ്ങൾ ശ്രദ്ധയിൽ ഏർപ്പെടുത്തിയത്. എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. ചിലർ വന്നില്ല, വന്നവർ സന്തോഷിച്ചു. അതിന്റെ ആ ഫലം ഇന്ന് കാണുന്നുണ്ട്. പ്രിയ സഹോദരന്മാരെ, 15,000-ത്തിലധികം ആലിമീങ്ങളാണ് ഇന്ന് മർക്കസിന്റെ തിരുമുറ്റത്ത് വന്നുപോയത്. സാധാരണക്കാരുമായി ഇങ്ങനത്തെ സ്ഥാപനം നിങ്ങൾ എവിടെയെങ്കിലും ലോകത്ത് കാണിച്ചു തരാൻ കഴിയും. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ നാട്ടിൽ നിന്ന് എനിക്കോളം മുസ്ലിം ജമാഅത്തിന്റെ പരിപാടി ഉണ്ടായതുകൊണ്ട് എനിക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു സ്നേഹിതൻ, അതിന് പ്രവർത്തനം കൊണ്ട് ഒക്കെ നല്ല ചേളാരി പിന്നിലാണെങ്കിലും ജുമാക്കല്ലാത്ത ബാക്കി നിസ്കാരമൊക്കെ നമ്മളെ പള്ളിയിലാണ്. നമ്മളെ പള്ളിയിൽ ചിലപ്പോൾ എക്കാമത്ത് കൊടുക്കാനും കൂടി ഓണുണ്ടാവും. അങ്ങനെ നമ്മളോട് സഹകരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എന്റെ സ്നേഹിതൻ കൂടിയാണ്. അദ്ദേഹം ഇന്ന് മറ്റൊരാളെയും കൊണ്ട് മർക്കസിലേക്ക് പോയതാണ്. അപ്പണ്ട് ഇന്നെ ഒരു 4 മണിക്ക് ശേഷം വിളിക്കുന്നു, എവിടെയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എവിടെയാണ്? ഞാൻ ഇങ്ങനെ മർക്കസിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിട്ടാണ്. എന്തിനാണ്? ഒരു തൊപ്പി വാങ്ങാൻ കയ്യിൽ പോകാൻ. ഞാൻ മാത്രം ഇവിടെ തലമറക്കാത്ത ആളുള്ളൂ. ആരാണത്? നമ്മുടെ കുട്ടി പഠിക്കുന്ന ചേളാരി മാസം ഒരു കുട്ടിയുള്ളൂ. ആ മെമ്പർ ചേളാരി മഹലിലാണ്.
പക്ഷെ ഒരു ജുമാഅത്ത് മാത്രം, അല്ലാതെ ഒക്കെ നമ്മളെ പള്ളിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ബാക്കി കൂടി വെറും നമ്മളൊക്കെ ദുആ ചെയ്യാം. അപ്പോ ഞാനിത് പറഞ്ഞത്, ഞാനൊന്ന് പുറത്തു പോകാൻ എന്തിന് ഒരു തൊപ്പി വാങ്ങണം, ഇവിടെ ഞാൻ മാത്രമേ തലവറക്കാത്തതുള്ളൂ. അതാണ് മർക്കസിന്റെയും AP ഉസ്താദിന്റെയും പ്രത്യേകത. അവിടെ തലപ്പാവ് ധരിച്ചവർ, തൊപ്പിയിട്ടവർ, കവലുണ്ടെങ്കിലും തലമറച്ചവരല്ലാതെ അവിടെ ആരുമില്ല. ഇങ്ങനെ ഇത് വളർത്തിക്കൊണ്ടുവരാൻ AP ഉസ്താദിന് കഴിഞ്ഞത് ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ച ആ കാര്യങ്ങളും ഒരു 10 മിനിറ്റ് സംസാരിച്ചതിന് ബാക്കി കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സമസ്തയുടെ സംഘടനാപരമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെ പോകാനുണ്ട്. സ്വാഭാവികമായും അതിനിടയിൽ ഇത് വന്നുപോയതാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയ്യക്ക് വരുമാനമാർഗമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചത്. പ്രമുഖരായിരിക്കുന്ന അറബികളുടെ വീട് കണ്ടുപിടിക്കും, അവിടുത്തെ തബ്ബാഖികളെ പരിചയപ്പെടും, അങ്ങനെ അവരെ മജിലിസിൽ 2-3 ദിവസം കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ മർക്കസിനെ കുറിച്ച് പറയും. കാശ് തരുമ്പോൾ ഇതിന്റെ ജനറൽ സെക്രട്ടറി അമീറുൽ ആമണ്ട് ഷെയ്ഖ് അബൂബക്കറാണ്. അമീറുൽ ഉമൂമി കേരള അതിന്റെ സെക്രട്ടറിയും കൂടിയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കത്തെ അവിടെ വരലുണ്ടെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് കാണാൻ പറയും. അങ്ങനെ അവർ സമ്മതിക്കുമ്പോൾ സമയത്തും ടെലിഫോൺ മക്തബ് ബൈറ്റ്, അപ്പോൾ ഒരു വീട്ടിലെയും അവരുടെ ഓഫീസിലെയും നമ്പർ നമുക്ക് തരും. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ അതിന്റെ പിറ്റേ ദിവസം 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം മറ്റൊരു വീട് കണ്ടുപിടിക്കും, അവിടെയും ഇത് തന്നെ. അങ്ങനെ ഏകദേശം ഒരു മാസം കൊണ്ട് ഒരു 5-6 അല്ലെങ്കിൽ ഒരു 7 വീട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉസ്താദിന് ടെലിഫോൺ ചെയ്യും. അന്ന് മർക്കസിൽ 2 നമ്പറാണല്ലോ, ലാൻഡ് ഫോണുള്ളൂ, മൊബൈൽ ഫോണൊന്നുമില്ല. ഇന്നിപ്പോ ലാൻഡ് ഫോൺ ആണെങ്കിലും സെക്കൻഡ് വെച്ച് കിട്ടും. അന്നതൊന്നുമില്ല, ബുക്ക് ചെയ്യണം. അതിന് 2 നമ്പറുള്ളൂ. നമ്പർ നിങ്ങൾക്കറിയോ? 56. മർക്കസിലുള്ള ഫോണിന്റെ നമ്പർ 5-6, 2 നമ്പർ മാത്രമേ ഉള്ളൂ, 56. അബുദാബിയിലുള്ള എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു പ്രവർത്തകനെ നാം പരിചയപ്പെട്ട് അവനെങ്ങനെ സ്വാധീനിച്ച് പറഞ്ഞ് അവനോട് വിളിച്ച് പറയുമ്പോൾ അവൻ നമുക്ക് കഠിനമായ പരിശ്രമം നടത്തിയിട്ട് വലിയ താമസമല്ലാതെ ഈ ലൈന് നമുക്ക് കണക്കാക്കി തരും. അങ്ങനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ ഉസ്താദ് റിസർച്ചായിരിക്കും. അപ്പൊ അന്ന് കോയമുസ്ലിയാരാണ് ഇപ്പൊ ആ മെയിൻ ഓഫീസിൽ ഇരിക്കുന്നത്. ഇന്നത്തതുപോലെ ഓഫീസ് സജ്ജീകരണമൊന്നും വന്നില്ല, അതിന് മാത്രം മർക്കസൊന്നും വളർന്നിട്ടില്ല. അപ്പൊ കോയമുസ്ലിയാരാണ് ഫോൺ അറ്റൻഡ് ചെയ്യുക. ഫോൺ അറ്റൻഡ് ചെയ്താൽ മതി, കോയമുസ്ലിയാരെ ടീച്ചിയാണ് ഉസ്താദിനൊന്ന് പെട്ടെന്ന് കിട്ടണം, ഫോണ് കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ അടുത്തൊക്കെ ഓടിച്ചല്ലോ. ഉസ്താദ് റിസർച്ച് എണീറ്റ് ഓടി ഇങ്ങോട്ട് തരും. എന്നിട്ട് ഓഫീസിന് ജനലും വാതിലും ഒക്കെ അടച്ചിട്ടാണ് ഉസ്താദ് സംസാരിക്കാൻ. നിങ്ങൾ ഇവർക്ക് തിരിയുള്ളൂ. അന്നത്തെ ഫോണിന്റെ ഗതി അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയും ഉസ്താദിനോട്, ഉസ്താദ് എങ്ങനെയായി 5-6 വീട് ഞാനിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്, മിക്കവാറും തിരക്കടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഉസ്താദ് വേഗം വരണം, നമുക്ക് അവരെ ബന്ധപ്പെടണം. അങ്ങനെ 2 ദിവസം കൊണ്ട് ഉസ്താദ് മംഗലാപുരത്തോ അല്ലെങ്കിൽ കോയമ്പത്തൂർ എവിടെയെങ്കിലൊക്കെ പോയി ബോംബെ വഴി ഏതെങ്കിലും രൂപത്തിൽ അബുദാബിയിലെത്തും. എത്തിക്കഴിഞ്ഞാൽ ഇവർ തന്ന ഈ നമ്പറിൽ ഞാൻ അവരെ ബന്ധപ്പെടും. ഇങ്ങനെ ഷെയ്ഖ് അബൂബക്കർ എത്തിയിട്ടുണ്ട്, ഒരു 5-6-7 ദിവസമൊക്കെ നിൽക്കാനേ സൗകര്യം ഉണ്ടാവുള്ളൂ എന്നുകൂടി ഒന്ന് പറയാൻ അത്രേ സൗകര്യമുള്ളൂ. അപ്പൊ അവർ പറയുന്നാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മൾ കൂടെ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് എന്നാ അങ്ങനെ. അത് കഴിഞ്ഞ് ഉറപ്പിച്ചാൽ പിന്നെ മറ്റൊരാളെ വിളിക്കും, അവരും ഇങ്ങനെ ആ സന്തോഷം പ്രകടിപ്പിക്കും. എങ്ങനെയാണ്, എപ്പോഴാണ് സമയം, നമ്മുടെ വധ ഇന്നൊരാളെ ഏറ്റിട്ടുണ്ട്, അപ്പൊ അവരുടെ പേര് അവർക്ക് പരസ്പരം അറിയാമല്ലോ, എന്നാ ഇൻഷാ അല്ലാഹ് അശ നമ്മളെ കൂടെ ആവട്ടെ, അങ്ങനെ ആശയ പറയും. ഇങ്ങനെ അശയും വധയും ഒത്തൂറും അങ്ങനെ പല പരിപാടിയായി. സൂറാന നാസ്ത, വധ നടന്ന ഉച്ചഭക്ഷണം, അശ നടന്ന രാത്രിക്കത്തെ ഭക്ഷണം, ഇങ്ങനെ 3-4 ദിവസം കൊണ്ട് ഈ വീടുകളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അങ്ങനെ ആ വരും ചെല്ലും എന്ന് പറയുന്ന ആ ദിവസത്തേക്ക് ഈ വീട്ടുകാരൻ പ്രമുഖരായ ഒരു 25 ആളെയെങ്കിലും അവർ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടാവും. കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയ സ്ഥാപനം നടത്തുന്നതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. പോരാതെ ഒരുപാട് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സെക്രട്ടറിയും കൂടിയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്. അവർ കാര്യമായ പണ്ഡിതനാണെന്ന് മനസ്സിലാക്കി പണ്ഡിതന്മാരെ ആദരിക്കൽ അവരുടെ പതിവായതുകൊണ്ട് ഇപ്പോഴും കാണുന്നില്ലേ, റമദാൻ മാസത്തിലൊക്കെ പല രാഷ്ട്രങ്ങളിൽ നിന്നും പണ്ഡിതന്മാരെ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടുവന്ന് അവിടെ ജനങ്ങൾക്ക് ഉപദേശം നിർദ്ദേശം അത് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളെ പേരോട് ഉസ്താദ്, ഈ പൈസ ഉസ്താദ്, ഖാന്റെ പോട്ടെ, ഉസ്താദ് എത്രയോ പ്രാവശ്യമില്ലേ.
ഇങ്ങനെയുള്ള ആളുകളെപ്പോലും അവർ വിളിച്ചു വരുത്തി എല്ലാ ആദരവും നൽകി അവിടെ 2 ദിവസവും 4 ദിവസമൊക്കെ പല സ്ഥലങ്ങളിലും ആൾ പറയിക്കുന്നു. അങ്ങനെ ആരും നിങ്ങളെ ബഹുമാനിക്കുന്നവരാണവർ. അതുകൊണ്ട് ഒരു പ്രമുഖനായ പണ്ഡിതനാണ് എന്റെ വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ മനസ്സിലാക്കി മറ്റുള്ള ആളുകളെയും ഞാൻ വിളിച്ചു ചേർക്കുന്നു, ഒരു വിരുന്നാക്കുന്നു. ഇവിടെമാരി കാളമ്പാടി സ്ഥാനം മയ്യത്ത് കാണാൻ പോയമാരിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിത്തിരക്കി കൂക്കുമ്പിളി ഉണ്ടാക്കി കാന്തപുരം ഗോബേക്ക് എന്ന് പറയുന്ന ഒരുതരം ക്രിമിനൽ വർഗങ്ങളല്ല. അവിടെയുള്ളവർ സാമാന്യ ബുദ്ധിയുള്ളവരും ചിന്തിക്കാൻ കഴിയുന്നവരും ദീനിനെ സ്നേഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഈ അറബികൾ ഒരു 25 ആളെങ്കിലും ചുരുങ്ങി അതിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആവശ്യത്തെ പറയുന്നത് ഉപനസ്കാരം കഴിഞ്ഞ് 1:30 മണി അവർ പറഞ്ഞ ടൈമിലേക്ക് അടുക്കുമ്പോൾ ഈ മജ്‌ലിസ് ഇങ്ങനെ ഫുള്ളായിരിക്കും. 25 ആൾ 30 ആൾ പിന്നെ പല മക്കളും മറ്റൊക്കെ. അപ്പൊ അതിലൊരു 2 മിനിറ്റ് ബഹുമാനപ്പെട്ട സ്ഥാനെ കുറിച്ച് 2 മിനിറ്റ് മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്തും. എന്നിട്ട് വൽബാഖി ശൈഖ് അബൂബക്കർ. അപ്പൊ ബഹുമാനപ്പെട്ട സ്ഥാപകர்கள் ജംഇയ്യത്തുൽ പ്രവർത്തനവും നാട്ടിലെ ദീനിനെ സാഫാക്കും അതുവഴി ഇവിടെ സ്ഥാപിതമായ മർക്കസ് സഖാഫത്ത് സുന്നയുടെ പ്രവർത്തനവും ഒരു 10 മിനിറ്റിൽ അധികരിക്കാത്ത രൂപത്തിൽ ഉസ്താദുകൾ പറയുമ്പോൾ ഈ അറബികൾ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഇങ്ങനെ അങ്ങനെ. അതുകൊണ്ട് ആ വിവരങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോഴേക്കും ഈ അറബികൾ തീശി ചെയ്താൽ നടന്നു. ഇത് കാണുന്ന ഉസ്താദ് പറയുന്നു, ഞാൻ നിങ്ങളോട് കാശ് വാങ്ങാൻ വന്നതല്ല. ഇപ്പൊ ഈ വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്നതാണ്. പക്ഷെ മർക്കസിന് ഒരുപാട് കടമുണ്ട്. നിങ്ങൾക്ക് എത്തിയും മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തതിലും മറ്റുമൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതൊക്കെ ഒരുപാട് കടമുണ്ട്. പക്ഷെ ഞങ്ങളോട് പൈസ വാങ്ങാൻ വന്നതല്ല. ഞാൻ ഈ മർക്കസിന്റെ കാര്യം നിങ്ങളോട് പറയാമെന്നാണ്. കുഞ്ഞിയും വരെ ഒരുപാട് കടമുണ്ട്, കടം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നില്ല. അങ്ങനെ വീട്ടിൽ വേങ്ങുന്ന മാതിരി കടണ്ട് എന്ന് പറയും. ഞങ്ങളോട് പൈസ വാങ്ങാനായിട്ട് വന്നതുമല്ല എന്ന് പറഞ്ഞ് അവർ ധൈര്യപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഉസ്താദ് പറയും, നിങ്ങൾ എന്നാൽ കോഴിക്കോട് വരെ വരണം. ബോംബെയിൽ നിന്ന് 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ കോഴിക്കോടെത്തും. അവിടുന്ന് 1 അരമണിക്കൂർ യാത്ര ചെയ്താൽ ഈ മർക്കസിലുമെത്തും. നിങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണണം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയണം. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളുടെ ദീനീബോധം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിന് ക്ഷണിക്കാനാണ് വന്നത് എന്ന് അവരുടെ ക്ഷണം നടത്തും. അപ്പൊ അവരെ കൂടി പറയും, ഇൻഷാ അല്ലാഹ് ശൈഖ് അബൂബക്കർ ഞങ്ങൾ വരും, ഞങ്ങൾക്കതിന് ആഗ്രഹമുണ്ട്. ഏതായിരുന്നാലും ഈ ഹയറായ കാര്യത്തിന് ഞങ്ങൾക്കായി തരുന്ന സംഭാവന നിങ്ങൾ നിർബന്ധമായും സ്വീകരിക്കണം. അവ നിർബന്ധിച്ചെടുത്ത് കൊടുക്കുക. അത് 5000 കൊടുക്കുന്നവരുണ്ടാവും, 2000 കൊടുക്കുന്നവരുണ്ടാവും, അതിൽ കൂടുതലുണ്ടാവും. ഊരിപ്പത്തിൽ പൈസ ഒരിക്കലും ലക്ഷ്യം വെച്ചൊന്നും ഇവിടെ വന്നതല്ലല്ലോ. ഈ അറബി പ്രോഗ്രാം വിളിച്ചതിന്റെ പേരിൽ ഓരോ ഭക്ഷണത്തിന് വന്നതാണ്. അപ്പൊ PC-യിലുള്ളതാണ് അവർ കൊടുക്കുക. എന്നാൽ ചിലവര് വണ്ടിയിൽ ചെക്ക് ബുക്ക് ഉണ്ടാവും, അവിടെ പോയി എടുത്തു കൊടുത്ത 10,000 15,000 ഒക്കെ ദിർഹമിന്റെ ചെക്ക് എഴുതി കൊടുത്തവരും ഉണ്ട്. ഒരു വീട്ടിൽ നിന്ന് തന്നെ 45,000 ദിർഹം കിട്ടിയ വീടുണ്ട്. പിന്നെ 40, 35, 25, 40 അങ്ങനെ പല കോലത്തിൽ കിട്ടിയ വീടുകൾ വേറെയുണ്ട്. ദിവസം എത്രയേ ഉള്ളൂ? ഒരു 5 ദിവസം. അങ്ങനെ ശരാശരി ഒരു 30,000 ദിർഹം കൂട്ടിയാൽ 1,50,000 ദിർഹം 5 ദിവസം കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൊള്ളെടുക്കുണ്ടാവും. അപ്പൊ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 18 ലക്ഷമായി. 50,000 എന്ന് പറയുമ്പോൾ 9 ലക്ഷമായി. അപ്പൊ 18ഉം 9ഉം 27 ലക്ഷം എന്നങ്ങൾ കണക്കൂട്ടുക. പക്ഷേ അന്ന് 1 ലക്ഷം UAE ദിർഹമുണ്ടെങ്കിൽ 3 ലക്ഷം ദിർഹം ഉറുപ്പിക ഇന്ത്യയിൽ കിട്ടുള്ളൂ. അപ്പൊ 3ഉം 1ഉം 4 ലക്ഷം ഉറുപ്പിക കിട്ടുക. ഈ 1.5 കിട്ടിയാൽ ഞാൻ ഉദാഹരണം പറയാം. ഒന്നരാതിങ്ങനെ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് പറയാനുള്ള ഉദാഹരണം പറയുന്ന. പക്ഷേ അന്നത്തെ ആ 4 ലക്ഷം നല്ല പൈസയാണ്, നല്ല വാല്യൂ ഉണ്ട്. ഒരു ചാക്ക് സിമന്റിനന്ന് 42 റുപ്യുള്ളൂ. 1 കിലോ കമ്പിക്കന്ന് 3 റുപ്യ 60 പൈസയുള്ളൂ. ഒരു പണിക്കാരനന്ന് കൂലി 35ഉം 40ഉം കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ പല മെച്ചം വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ നല്ല സംഖ്യ തന്നെയാണ്. ഉസ്താദവറുകളിൽ ഈ പൈസയൊക്കെ സ്വരൂപിച്ച് സംഘടിപ്പിച്ച് സന്തോഷത്തോടു കൂടി അപ്പൊ പുറത്തൊക്കെ ഒന്ന് തട്ടി എനിക്ക് ദുആ ചെയ്തു എന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അല്ലാഹു കബൂലാക്കട്ടെ എന്ന് എന്നെ ആശീർവദിച്ച് ഉസ്താദ് നാട്ടിലേക്ക് പോരും. ഞാനത് കിട്ടിയ ദിവസം ബാങ്കിൽ പോയി കാത്തെടുത്ത് ഉസ്താദിന്റെ മർക്കസ് സ്ഥാപിച്ച സുന്നയുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്യും. ഇങ്ങനെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ നാം പ്രവർത്തിച്ചതിന്റെ പേരിലാണ് മറ്റുള്ളവർക്ക് കിട്ടാത്ത വിജയം. ആ വിജയം എന്ന് പറഞ്ഞാൽ അത് കിട്ടാത്ത സംഖ്യ. ഈ പറഞ്ഞ വളാഞ്ചേരി മർക്കസ് ഉണ്ടാക്കിയാലും അതുപോലെ കരുവാരുണ്ട് ധാർമ്മികാത്ത് ഉണ്ടാക്കിയാലും അതുപോലുള്ള ആളുകളൊക്കെ
3.5 4 മാസമൊക്കെ അതിൽ നിരങ്ങുണ്ടായിട്ട്. എന്നിട്ട് അതിന് 95% ഈ ദിവസങ്ങളിലൊക്കെ ഉസ്താദിനെ കുറ്റം പറയാൻ സമയം കാണും. ഒന്നായിട്ടുള്ള സമയത്തായി പറയുന്നത് 84, 85 കാലങ്ങളിൽ. 2 നമ്മൾ ഇറങ്ങിപ്പോകുന്നതിന് ശേഷമല്ല, 89 ശേഷമല്ല പറയുന്നത്. 83, 84, 85 കാലങ്ങളിലൊക്കെയുള്ള കഥയാ പറയുന്നത്. അവര് ഏതെങ്കിലും മലയാളികളെ യോഗം വിളിച്ചു കൂട്ടും. എന്നിട്ട് പറയും കാന്തപുരം വിമതനാണ്, കാന്തപുരം അങ്ങട്ടാണ്, കാന്തപുരം ഒന്ന് പൈസക്ക് പിരിക്കുന്നുണ്ട്, അതിങ്ങനെ കൊടുവള്ളിയിലുള്ള സ്വർണ്ണക്കടയിൽ ഷെയർ കയറാനാണ്, പൂനൂർ എസ്റ്റേറ്റ് എടുക്കുകയാണ് അല്ലേ. ഇങ്ങനെ പറയരുത്. തുടങ്ങിയിട്ട് കാലം കുറച്ചായി സഹോദരന്മാരെ അല്ലേ. ഈ 25-30 കൊല്ലമല്ല, അതിന് മുമ്പന്നെ അവൾ തുടങ്ങിയില്ലേ. ഇതൊക്കെ വരണം. അപ്പൊ ഈ കേൾക്കണ ചില സാധുക്കളും നാട്ടിൽ വരുമ്പോ ഓര് ചിലപ്പോ കൊന്നാളും വൈക്കൊന്ന് പോയി നോക്കുമ്പോ അവിടെ ഉണ്ടാവും കുറച്ചാള് കമ്പി മുറിക്കണേ, മറ്റേയാള് പില്ലറ് വാർക്കണേ, വേറെ പറഞ്ഞ് ചുമര് വെക്കണേ. അപ്പോത്തിന് അവിടെ ഷെഡിലാണെങ്കിലും എത്തിയും കുട്ടികൾ പഠിക്കണേ, ഇപ്പത്തെ പള്ളിന്റെ പണിയെടുക്കണേ. അപ്പെന്നാ ഇവർ പറഞ്ഞ മാതിരി അല്ലല്ലോ. ഇവര് പറഞ്ഞതുപോലെ അല്ല. ഇവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്, ഇവിടെ മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ സഹായിച്ചേ മതിയാകൂ എന്ന് അവർക്ക് ധാരണ തിരുത്തിക്കൊണ്ട് തിരിച്ചു വന്ന് എന്നെയൊക്കെ വിളിച്ച് എത്രയോ പ്രാവശ്യം ഇങ്ങോട്ട് ആ വിഭാഗം സംഭാവന നൽകിയ അനുഭവം ഉണ്ട്. അങ്ങനെ വെറും മുടക്കൽ മാത്രമായിരുന്നു നമ്മുടെ പരിപാടി. പിന്നെ 87, 88 ആയപ്പോ പിന്നെ പറയാൻ തുടങ്ങിയത് ഇത് മുടക്കാൻ നോക്കിയിട്ട് നടക്കണില്ല. അവരോട് മർക്കസിനിപ്പോ പൈസന്റെ ആവശ്യമല്ല അല്ലേ. 88 ആയപ്പോഴേക്ക് നമ്മളെ കോംപ്ലക്സിന്റെ പണി, അന്ന് കോഴിക്കോട്ട് വലിയൊരു ബിൽഡിംഗ് ആണത്. ഇന്ന് അതിനേക്കാൾ വലിയ ബിൽഡിംഗ് പല പരിസരത്തും വന്നിട്ടുണ്ട്. അന്ന് 1955-56 ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് കോഴിക്കോട്. ഏറ്റവും കണ്ണായ സ്ഥലത്ത് അങ്ങോട്ട് പറയാം, അവിടെ വലിയ കോംപ്ലക്സ് ഉണ്ട്, അതിന് ലക്ഷങ്ങൾ കിട്ടും. അതുകൊണ്ട് ഇനി മർക്കസിനൊന്നും നിങ്ങൾ കൊടുക്കേണ്ട, ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ്. അങ്ങനെ കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ അവർ മർക്കസിൽ വന്ന് നോക്കുമ്പോ അങ്ങനത്തെ ഒരു കോംപ്ലക്സ് അല്ല, 10 കോംപ്ലക്സ് ഉണ്ടെങ്കിലും അവിടുത്തെ അല്ലിമീങ്ങൾക്കും അവിടുത്തെ തീൻഖാനയിലെ കുട്ടികൾക്കും അവിടുത്തെ ഹിഫ്ളുൽ കോളേജ് ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്കും ഇവർക്കൊക്കെ ഒരുപാട് ഭക്ഷണം വേണം. അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും ഓരോ ദിവസവും ഉയർന്നു വരുന്നു. ബിൽഡിംഗ് എടുക്കണം, മറ്റു പലതും ഉണ്ട്. അതുകൊണ്ട് കാന്തപുരത്തിന് ഇനിയും കൊടുക്കണമെന്ന് ഇവരുടെ ഈ കുപ്രചരണം കേട്ട് മനസ്സിലാക്കിയവർ പിന്നെയും തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർ പിന്നെയും കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഭാഗത്ത് അസൂയയും മറുഭാഗത്ത് ആത്മാർത്ഥതയും. മറുഭാഗത്ത് ആത്മാർത്ഥതയും. ഈ ആത്മാർത്ഥതയുടെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. അബുദാബിയിൽ നിന്ന് ഞങ്ങൾ അല്ലയിലേക്ക് പോകുക. അപ്പോ ടൗൺ വിട്ട് കുറെ കഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞ മരുഭൂമിയാണ്. ആ മരുഭൂമിയുടെ ടൗൺ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മരുഭൂമിയുടെ അടുത്തൊരു നല്ലൊരു വീട് നമ്മൾ കണ്ടു അറിയില്ല. അപ്പൊ അന്നൊക്കെ ടാക്സിയിലാണ് ഉസ്താദ് സഞ്ചരിച്ചത്. ഇന്നിപ്പോ അവിടെ ചെന്നാൽ അൽഹംദുലില്ലാഹ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അല്ലാഹുവേ അൽഹംദുലില്ലാഹ് ഇപ്പമറ. അന്ന് അബുദാബിയിൽ നിന്ന് അള്ളയിലേക്ക് പോകുന്ന ടാക്സി, ആ ടാക്സിക്ക് 10 ദിർഹം കൊടുത്താൽ മതി അബുദാബിയിൽ നിന്ന് അള്ളയിലേക്ക്. അപ്പോൾ ആളുകൾ ഒപ്പിച്ച് പോണ 7 ആള്, 4 ആള്, 9 ആള് ഇങ്ങനെ കയറുന്ന ടാക്സിയാണ്. അങ്ങനെ 7 ആളുള്ള ടാക്സിയിൽ ഞങ്ങൾ 2 ആളും കയറി. അള്ളയിലേക്ക് പോകുമ്പോ ഈ വീട് കുറെ ദൂരത്തുനിന്ന് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ടാക്സിന്റെ പൈസ കൂടെ കുറച്ച് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയാലോ, എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നതാണ്. നിങ്ങളത് ഉണ്ടാകുന്നതാണ്. നമുക്ക് അവിടെ പോയിട്ട് ഏതായാലും നോക്കുക. പറഞ്ഞപ്പോത്തിന് വണ്ടി അവിടെ എത്തിയപ്പോ ഏതായാലും പറഞ്ഞ് നിർത്തി. ഞങ്ങൾ ചെന്ന് ബെല്ലടിച്ചു. നാം ഒരു പാകിസ്ഥാനിയായിരുന്നു അവിടെ പണിയുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു ഷേഖ് അബൂബക്കറുണ്ടോ. അപ്പം വേറെ ആക്കിക്കാൻ പോയി. എന്നിട്ട് ഞങ്ങൾ കയറിയിരിക്കാനോ മറ്റൊന്നും പറഞ്ഞില്ല. ഗേറ്റ് ആണ് കഴിഞ്ഞ് എന്ന് ആ മജ്‌ലിസിന്റെ അവിടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുവാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10,000 ദിർഹമിന്റെ ഒരു ചെക്ക് വയ്ക്കണമെന്നവൻ. ഞങ്ങൾക്കൊരു അത്ഭുതം. ഒരു പാകിസ്ഥാനോടൊപ്പോ നാം ഖായർ വിളിച്ചപ്പോ ഷേഖ് അബൂബക്കർ എന്ന് പറഞ്ഞേന് ഈ 10,000 കിട്ടുമല്ലോ. മൂപ്പരെന്ന് കണ്ടാൽ എല്ലാവർക്കും സ്ഥിതി. അങ്ങനെ ചെക്ക് വാങ്ങി ഞങ്ങൾ രസീത് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് അവിടെ അർബാബൊക്കെ വീട്ടിനൊക്കെ അർബാബിനോട് കാണാൻ പറ്റുമോ? അല്ല, അർബാബൊക്കെ മരിയതാണ്, അത് സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ട് പൈസ തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. എന്നാ അവട്ടെ പറഞ്ഞാൽ അവിടെ നിന്ന് വേറെ കൊടുത്ത് നമ്മൾ തിരിച്ചു പോകും. അത് ഒരു റമളാൻ മാസത്തിലാണ്.
അങ്ങനെ അൽ-ഐനിൽ ഇന്നിപ്പോ പാലക്കാട് ജില്ലാ സംയുക്ത ഖാദിയായ എം അലിമുസ്ലിയാരുടെ പള്ളിയുടെ അടുത്തുള്ള റൂമിലാണ് അൽ-ഐനിൽ ചെന്നാൽ അധികവും ഉസ്താദ് താമസിക്കുന്നത്. ഞങ്ങൾ അവിടെ എത്തി ഒരു 4 മണി ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ പള്ളിയിൽ നിന്ന് റൂമിലേക്ക് വന്ന് അന്ന് അവിടെ ഒരു പരിപാടിയില്ല. ആ പരിപാടിയുടെ പ്രവർത്തകരും മറ്റൊക്കെ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സത്യത്തിൽ ഞാൻ ആ പരിപാടിക്ക് പോയതാണ്. സത്യത്തിൽ ഈ കാശ് ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്തിനുള്ളതാണ്. നിങ്ങളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. KK അബൂബക്കർ ഹസ്രത്ത് അവരുകളിൽ 2 ദിവസം പോയപ്പോൾ ആ വീട്ടിൽ കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ എന്നാൽ നീ മറ്റന്നാൾ വന്നോന്ന് പറഞ്ഞിരുന്നു. അതിന് കണക്കാക്കിയ 10,000 ദിർഹമാണ്. ഞങ്ങൾ ഈ വിവരങ്ങളൊന്നും അറിയില്ല. പാകിസ്ഥാൻ വന്ന് ഞങ്ങളോട് ആപ്കാ നാം എന്ന് വെച്ചപ്പോ ഷെയ്ഖ് അബൂബക്കർ, മറ്റൊരു ഷെയ്ഖ് അബൂബക്കർ തന്നെയാണ്. അറബി വിചാരിച്ചു. പിന്നെ ഞാൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഈ ഷെയ്ഖ് അബൂബക്കറാണെന്ന് ധരിച്ച് അദ്ദേഹം ആ 10,000 ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ആ 10,000 വാങ്ങി രസീതും കൊടുത്തു. ഞങ്ങൾ പോയി ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ അവിടെ എത്തി. അവർ പറഞ്ഞു ബെല്ലടിച്ചു. പാകിസ്ഥാനി വന്നോ പറഞ്ഞത് ഷെയ്ഖ് അബൂബക്കർ പൈസ അത് വാങ്ങിക്കൊണ്ടല്ലോ. അപ്പൊ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. എങ്ങനെ ഷെയ്ഖ് അബൂബക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ ഈ പാകിസ്ഥാനി പോയിങ്ങാണ്ട് അതിന്റെ രസീത് എടുത്തോട് കാണിച്ചു കൊടുത്തു. പൈസയും വാങ്ങിയിട്ടുണ്ട്, രസീതും വന്നിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ മർക്കസ് സഖാഫത്ത് സുന്നിയ അബുദാബി സെൻട്രൽ കമ്മിറ്റി അതിന്റെ രസീത. ഇത് പിന്നെ മൂപ്പര് വേറൊന്നും പറയാതെ അവിടുന്നൊന്നും പറയാതെ മൂപ്പര് വണ്ടി കയറി പോന്നു. അന്ന് KK അബൂബക്കർ ഹസ്രത്തിനും അല്ലൈനിൽ പരിപാടിയുണ്ട്. അവർ ഈ പരിപാടിയിൽ ഈ വിഷയം വെച്ച് AP ഉസ്താദിനെ അതിവിശദമായി വിമർശിച്ചു. ആന ഓടിക്കാനും കാട്ടി തിന്നാനും ഒക്കെ ഉദാഹരണം പറഞ്ഞിരുന്നത്. ഞാൻ പോയൊക്കെ പറഞ്ഞുണ്ടാക്കുക, എന്നിട്ട് ഇവൻ പോയത് വാങ്ങിക്കൊണ്ടുവരാ, എവിടുത്തെ പണിയാണ്, എങ്ങനത്തെ പണിയാന്നൊക്കെ പറഞ്ഞു. പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് അല്ലൈനിൽ അലിമുസ്ലിയാർ റൂമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഉണ്ടാകുമെന്നുള്ള നിലക്ക് തന്നെ അവിടെ നിന്ന് ഇത് കേട്ട വിവരമറിഞ്ഞ് നമ്മളെ പ്രവർത്തകർ ഇങ്ങോട്ട് ഫോൺ ചെയ്തു. ഇങ്ങനെയാണ് കേൾക്കുന്നുണ്ടല്ലോ ഉസ്താദെ, എന്താണ് ഇതിന്റെ നിലപാടുകൾ? അപ്പോഴാണ് ഞങ്ങൾ വിവരമറിയുന്നത്. അപ്പൊ അവനോട് അതിന്റെ കാര്യം വിളിച്ചു കൊടുത്ത ഉടനെ ഈ KK അബൂബക്കർ ഹസ്രത്ത് എന്നിവർ താമസിക്കുന്നത് അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിക്കറിനും സലാത്തിനും ഒക്കെ നേതൃത്വം നടക്കുന്ന അല്ലയിലുള്ള ഒരു നല്ല പണ്ഡിതനാണ്, സൂഫി വര്യനാണ് മൂപ്പര റൂമിലായത്. ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോ KK അബൂബക്കർ ഹസ്രത്ത് അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഉസ്താദിന് ഫോൺ കൊടുക്കണം. ആരാന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിന് ഒരു വിവരം പറയാനാണ്. അതുപോലെ കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു സലാം പറഞ്ഞിട്ട് ഇത് TC ആണ്, പിന്നെ അറിയുന്നല്ലോ. എന്താ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ദേഷ്യം പിടിച്ചു. ഉസ്താദെ ഒരു അബദ്ധം വന്നു പോയിട്ടുണ്ട്. എന്തബദ്ധം? കള്ളത്തരത്തിൽ നിങ്ങളിങ്ങനെ കാശ് വാങ്ങിയേക്കണം അബദ്ധം. ഉസ്താദെ ഒന്ന് പറയുന്നത് കേക്ക് നിങ്ങൾ. എനിക്കിത് പറയണമൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കുക. അങ്ങനെ മൂപ്പരിങ്ങോട്ട് പ്രഷർ കയറി ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ നിവൃത്തിയില്ല എന്നുള്ള നിലക്ക് നമ്മൾ ഫോണ് കട്ട് ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത് വിളിച്ചിട്ട് ഞാൻ അത്തിപ്പറ്റ ഉസ്താദിന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അത്തിപ്പറ്റ ഉസ്താദിന് ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അബുദാബിയിലെ TC ആണ്, ബഹുമാനപ്പെട്ട KK ഉസ്താദിനോട് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. പക്ഷെ മൂപ്പർക്ക് എന്തോ വല്ലാതെ ഒരു ദേഷ്യം പിടിച്ച അവർ കാണുന്നു. അതുകൊണ്ട് നിങ്ങളെ ഈ വിവരം ഒന്ന് അറിയിക്കുകയാണ്. എന്തേന്ന് വെച്ചു, ഞങ്ങളിങ്ങനെ അബുദാബിക്ക് വരുന്ന വഴിയിൽ ഞങ്ങളൊരു അറബിന്റെ വീട് കണ്ടു. ഞങ്ങൾ കയറി. ഞങ്ങൾ അവിടുന്ന് ബെല്ലടിച്ചപ്പോൾ ഒരു പാകിസ്ഥാനി വന്ന് വാതിൽ തുറന്ന പാടി പാകിസ്ഥാനി ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങളെ പേര്? ഞാൻ പറഞ്ഞു ഷെയ്ഖ് അബൂബക്കറാണ്. ഉസ്താദിന്റെ പേര് പറഞ്ഞാൽ മതിയല്ലോ. പാകിസ്ഥാനി ഉടനെ അകത്തേക്ക് പോയി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 10,000 ദിർഹമിന്റെ ചെക്കുമായി വന്നു. അപ്പോ ഞങ്ങൾ പറഞ്ഞ അർബാബിനൊന്ന് കണ്ടിട്ട് പോയാന്നുണ്ടായിരുന്നു. അർബാബ് സുഖമില്ലാതെ കിടക്കുകയാണ്, അവിടെ കാണാൻ പറ്റില്ല എന്നോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ദുആ ചെയ്ത് പോകുന്നു. ആ 10,000 ദിർഹം ബഹുമാനപ്പെട്ട ഉസ്താദെ എന്റെ കൈവശം ഇപ്പോഴുണ്ട്. ഞാനാണ് അതിന് രസീത് എഴുതി കൊടുത്തത്. ഒരു ചെറിയ ഒരു സമവായം നമ്മളെത്തുക, ഒരു കഷ്ണം കടലാസിൽ മർക്കസ് സുന്നിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ രസീതാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 10,000 ഉറുപ്പിക ഈ രസീത് എഴുതിയതിൽ നിന്നും ഞങ്ങൾക്ക് ബോധിച്ചു എന്ന് പറഞ്ഞ KK ഉസ്താദിന് അപ്പോടുകൂടി വെള്ളക്കടലാസിന്റെ റോസ്റ്റർ മോഡൽ തന്നാൽ മതി, ഞാൻ ഈ കാശ് നിങ്ങളെ റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം.
കാരണം ഇത് അവരെ സ്ഥാപനത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്ത ഭാഷയാണല്ലോ. ആയിക്കോട്ടെ, ഞാൻ ഉസ്താദിനോട് സംസാരിക്കാണ്. അങ്ങനെ ഉസ്താദിനോട് ഇവർ സംസാരിക്കുന്ന ഫോണ് കത്തിക്കാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഓന്റെ ബാപ്പാക്കൊണ്ടേ കുറിക്കാൻ പറയുന്നത്, മൂപ്പര് പറയുന്നത് ഫോണിൽ കൂടെ ഞാൻ കേൾക്കുന്നത്. അപ്പൊ അത്തിപ്പറ്റ ഉസ്താദ് പറയുന്നത്, നല്ല ഉസ്താദെ അതിങ്ങനെ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഓരോന്നും വേണ്ട പോലെ അങ്ങനെ ഇങ്ങനെയാണ് പിന്നെയും പറയുന്നത്. അപ്പൊ പിന്നെ ഉസ്താദ് എന്നോട് പറഞ്ഞു, അത് നമുക്ക് ആലോചിച്ച് പിന്നെ ചെയ്യാം. അപ്പൊ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, കെ ഉസ്താദ് പറഞ്ഞ മറുപടിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദീനിന്റെ സ്ഥാപനത്തിനാണ് കെ ഉസ്താദ് ഈ കാശ് വാങ്ങിയത്. അതേപോലെ അതിനേക്കാൾ ഉപരി പ്രവർത്തിക്കുന്ന ഒരു ദീനി സ്ഥാപനത്തിനാണ് ഇത് ചെലവഴിക്കുന്നത്. ഇനി ഒരു ദുർഹമം നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ നോക്ക്, രണ്ട് വിഭാഗം ആലിമീങ്ങളുടെ സ്വഭാവത്തിന്റെയും പ്രവർത്തനത്തിന്റെയും രൂപം. ഈ റൂമിൽ അന്ന് അത്തിപ്പറ്റ ഉസ്താദിന്റെ റൂമിലുണ്ടായിരുന്ന അവരുടെ ചില പ്രവർത്തകർ ഈ ഒരു സംസാരവും ഈ ഫോൺ ചെയ്യലും കാരണം അവരെ ഭാഗത്തു നിന്നും ഒഴിവായി അല്ലൈനിൽ സജീവജന സംഘത്തിന്റെയും മർക്കദിന്റെയും പ്രവർത്തകരായി മാറി. എന്തേ കാരണം? നമ്മൾ ആത്മാർത്ഥമായി കൈകാര്യം ചെയ്തു. നമ്മളെടുത്ത് വന്ന ഒരു അപാകത എന്ന് പറയാനില്ല, ഞങ്ങളത് കിട്ടിയപ്പോൾ വാങ്ങിപ്പോയതാണ്, ആ വിവരം പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു മർക്കദിന്റെ ആദ്യ കാലത്തുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള കഷ്ടപ്പാടുകളും. അങ്ങനെ അന്ന് മുതൽ കണക്കില്ലാതെ ആക്ഷേപം. ഈ ഒരു 10,000 ദിർഹം വാങ്ങിയതിന് ഒരു 10,000 കോടി റുപ്യയുടെ ആക്ഷേപമല്ല ഉസ്താദുകൾക്ക്. അവരതുകൊണ്ട് മതിയാക്കിയോ? കൊല്ലങ്ങളോളം UAE അവർ പറഞ്ഞു നടത്തിയിരുന്നു, കൊല്ലങ്ങളോളം. പിന്നെ അത് തീരെ കഷ്ടപിടിക്കാതെ കണ്ടപ്പോൾ പിന്നെ അവർ ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാം പ്രവർത്തിക്കുന്നത് ഒരു മഹത്തായ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ആ സംഘടനയുടെ കീഴിൽ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ. അതിന്റെ സാരഥിയാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി. അതിന്റെ സാരഥിയാണ് അഖിലേന്ത്യാ ജമിയത്തുള്ളവയുടെ ജനറൽ സെക്രട്ടറി. അതിന്റെ സാരഥിയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി. അതിന്റെ സാരഥിയാണ് ഈജിപ്തിലായാലും മൊറോക്കോവിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ആഫ്രിക്കൻ നാടുകളിലോ അല്ലെങ്കിൽ മറ്റ് UK-യിലോ US-ലോ എവിടെയായിരുന്നാലും ഒരു ഇസ്ലാമിക് കോൺഫറൻസ് വിളിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് ആദ്യമായി ഉയർന്നു കേൾക്കുന്ന പേര് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് എന്ന പേരാണ്. അത് ഈ സ്ഥാപനത്തിന്റെ സാരഥിയുമാണ്, ലോകം അറിയപ്പെട്ട പണ്ഡിതനുമാണ്. അതുകൊണ്ട് ആ പണ്ഡിതന്മാരുടെ ഷാദടക്കമുള്ള ഈശ്വരടക്കമുള്ള മറ്റെല്ലാ പണ്ഡിതന്മാരുടെയും കടലിൽ അവരുടെ നേതൃത്വത്തിൽ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നെഞ്ചുവിരിച്ച് കാവിരാജ്യത്തോടെ വിനയം പ്രകടിപ്പിച്ച് നമുക്ക് ദീനീ പ്രവർത്തകരായി മുന്നേറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഖ്യപ്രദമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മർക്കസിനെ കുറിച്ച് ഒരാൾ സംശയം ചോദിച്ചതുകൊണ്ട് മർക്കസ് സംബന്ധമായ ഒരു ക്ലാസായി ഇന്ന് മാറിയതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ടതുമാണ്. ബാക്കി നമുക്ക് ഓരോന്നും നമുക്കിങ്ങനെ 45-40 മിനിറ്റുകളിലായി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സൗഖ്യപ്രദമാറാകട്ടെ. 43 മിനിറ്റുള്ള ഒരു ക്ലിപ്പാണ് ഇന്നത്തെ ക്ലാസ് എന്നറിയിച്ച് ദുആ വസിയത്തോടെ എല്ലാവരും ഇവിടെ നമ്മോടുള്ള ദിവസങ്ങളിൽ ദുആ ചെയ്യാനും ദിക്ർ ചൊല്ലാനും കാര്യങ്ങൾ പൂർത്തിയാകാൻ ദുആ ചെയ്യാനും മറന്നുപോകണമെന്ന് അറിയിച്ചുകൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.